പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പുതിയ വർത്തമാനം അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. പൊതുവെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് 1000 സംശയമാണ്. 100 വിദ്യാർത്ഥികളാണ് എങ്കിൽ 1000 സംശയമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം പല യൂട്യൂബേഴ്സും പല തരത്തിൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി വിദ്യാർത്ഥിനികളെ ആകെ കുഴയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് മാറാൻ ഞാൻ കാര്യകാരണ സഹിതം ഈ അസൈൻമെന്റ് സംബന്ധിയായ 10 വീഡിയോ പുറപ്പെടുവിക്കുകയാണ്. ഒന്നിച്ച് കേട്ടാൽ എല്ലാവർക്കും ഇരിക്കാനുള്ള ക്ഷമയില്ല എന്ന് പറയുന്നതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ 10 വീഡിയോ 10 വിഷയത്തിലായി പറയുന്നത്. 10 വിഷയങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ പറയാം. 1, ജൂലൈ 2023 പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥിനികൾ. അതുപോലെ തന്നെ അടുത്ത ഡിസംബർ 24 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികൾ. ഒന്നാമത്തെ വീഡിയോ ഏത് അസൈൻമെന്റ് ആണ് എഴുതേണ്ടത്. രണ്ടാമത്തെ വീഡിയോ എപ്പോഴാണ് അസൈൻമെന്റ് എഴുതി സമർപ്പിക്കേണ്ടത്. മൂന്നാമത്തെ വീഡിയോ എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതി വെക്കേണ്ടത്, അതിന്റെ മോഡൽ. 4, അസൈൻമെന്റിന്റെ മാർക്കുകൾ അവ പൊതു മാർക്കുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. 5, മാതൃകാപരമായ നല്ല അസൈൻമെന്റുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടോ, അങ്ങനെയാണ് എങ്കിൽ നല്ല അസൈൻമെന്റുകളുടെ മാതൃകകൾ വ്യക്തമാക്കുക. 6, അസൈൻമെന്റ് എവിടെയാണ് കിട്ടുക, അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണ് കിട്ടുക, അതിന്റെ ആൻസേഴ്സ് എവിടെയാണ് കിട്ടുക. 7, പലതരത്തിൽ അസൈൻമെന്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. പല രീതിയിൽ ഉത്തരേന്ത്യൻ ലോബിയെ കൂടാതെ ഇപ്പൊ കേരളത്തിന്റെ പേരിൽ തന്നെ മലയാളത്തിൽ തന്നെ അവരവരുടെ മൊബൈലുകളിലേക്ക് വ്യാജ സന്ദേശങ്ങൾ എത്തുന്നുണ്ട്, റെഡിമെയ്ഡ് അസൈൻമെന്റ് പറഞ്ഞുകൊണ്ട്. അത്തരത്തിലുള്ള അസൈൻമെന്റുകളെ പറ്റി, തട്ടിപ്പ് അസൈൻമെന്റുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. 8, നല്ല അസൈൻമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അത് എവിടെ നിന്ന് കിട്ടും, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്. 9 വിഷയം അസൈൻമെന്റിന് റീവാലുവേഷൻ ഉണ്ടോ. പലരും അസൈൻമെന്റിൽ തോൽക്കുന്നുണ്ട്. ആ അസൈൻമെന്റിന് റീവാലുവേഷൻ ഉണ്ടോ എന്നുള്ള സംഗതി. 10, ഈ അസൈൻമെന്റുകൾ റീസബ്മിഷൻ ചെയ്യേണ്ടത് എങ്ങനെ. റീവാലുവേഷൻ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ റീവാലുവേഷൻ ഉണ്ട് എങ്കിൽ ഞാൻ അത് റീസബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ. ഈ 10 വീഡിയോ നിങ്ങൾക്ക് അസൈൻമെന്റിനെ പറ്റിയുള്ള എല്ലാ കാഴ്ചപ്പാടും മാറ്റിമറിക്കുന്നതാണ്. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. വെൽക്കം ടു എം നോട്ട്സ്. ഈ വീഡിയോയിൽ ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ഒരുപാട് എനിക്ക് 1000കണക്കിലെ 10000കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് ഉള്ളത്. ഈ 10000കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ UG, അതിൽ തന്നെ 200-ൽ പരം കോഴ്സുകൾ, കോഴ്സുകൾ, PG ഒരു 50-ൽ പരം പ്രോഗ്രാമുകൾ, 200-ൽ കൂടുതൽ സബ്ജക്റ്റുകൾ, ഡിപ്ലോമ പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഇങ്ങനെ 10000-ൽ കൂടുതൽ വിദ്യാർത്ഥിനികൾ ആശ്രയിക്കുന്നതാണ് എം നോട്ട്സും മുഹമ്മദ് മുബാറക് മാസ്റ്ററും. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്ക് കൃത്യതയോടുകൂടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ ഓരോ കുട്ടികളെയും ഒരുപാട് സ്വാധീനിക്കുമെന്ന്. എത്ര തന്നെ പറഞ്ഞാലും മറ്റു യൂട്യൂബേഴ്സിന്റെ കടന്നുകയറ്റങ്ങൾ, അവർ പറയുന്ന വ്യാജ പ്രോപ്പഗണ്ട മനസ്സിലാക്കി കുതിര കയറി സംസാരിക്കുന്ന വിദ്യാർത്ഥികളടക്കം എൻ്റെ സുഹൃത്തുക്കളായി, എൻ്റെ വിദ്യാർത്ഥികളായി ഉണ്ട്. അവരോട് ഞാൻ ആദ്യം ഈ പുതിയതായി വന്ന MSc കോഴ്സിനെ പറ്റിയാണ് ഇനി കുറച്ച് സംഗതികൾ ആദ്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. MSc ഫിസിക്സ്, MSc കെമിസ്ട്രി, MSc ജിയോഗ്രഫി, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ MSc എൻവയോൺമെന്റൽ സയൻസ്, MSc സുവോളജി, MSc അനലറ്റിക് കെമിസ്ട്രി, MSc ബയോ കെമിസ്ട്രി. പ്രത്യേകിച്ച് ഇതിലെ MSc ഫിസിക്സിലെ ഒരു 10 പേരാണ് എന്നെ ഇട്ട് എപ്പോഴും വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായി ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴാണോ അഡ്മിഷൻ എടുത്തത്,
ആ അഡ്മിഷൻ എടുത്ത സെഷന്റെ 1 കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ. ഇത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ എല്ലാ ഡിഗ്രി കുട്ടികൾക്കും ഇത് ബാധകമാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ. Term and examinations is another component of the evaluation system for non-laboratory courses. Term and examination, non-laboratory courses എന്ന് പറഞ്ഞാൽ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ എന്നാണ് അർത്ഥം. Term and examination carries 70% weightage in final result. The laboratory courses assigned unguided experiments similar to term and examinations carry 30% weightage. ശ്രദ്ധിക്കുക, you are eligible to appear for the term and examination for the theory courses 1 year after admission. 1 year after admission. അപ്പൊ സാറേ അതിൽ സെമസ്റ്റർ എന്ന് കാണുന്നു 6-ാം മാസത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പരീക്ഷയില്ലേ എന്ന് ഈ MSc ഫിസിക്സുകാരും ജിയോഗ്രഫിക്കാരും കെമിസ്ട്രിക്കാരും MSW-കാരും MA എക്കണോമിക്സുകാരും MA ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് BA എക്കണോമിക്സ് BSc ഫിസിക്സ് കെമിസ്ട്രി എല്ലാവരും എന്നെ കുഴക്കിക്കൊണ്ടിരിക്കുന്ന കുഴക്കക്കാരെ നിർബന്ധമായും മനസ്സിലാക്കുക. യു ആർ എലിജിബിൾ ടു അപ്പിയർ ഫോർ ദ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഫോർ ദ തിയറി കോഴ്സസ് 1 year after admission and every 6 months thereafter. 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 6 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പരീക്ഷകൾ എഴുതാം. യഥാർത്ഥത്തിൽ സെക്കൻഡ് ഇയർ 2 വർഷം 2ാമത്തെ വർഷത്തിൽ പൂർത്തിയാക്കിയതിന് ശേഷമേ സെക്കൻഡ് ഇയറും എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടേ നിങ്ങൾക്കെല്ലാം ഉള്ളൂ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇനി മറ്റൊരു അതികുഴക്കൻ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, പല റെക്കോർഡുകളിലെ അസൈൻമെന്റ് റെക്കോർഡുകളിലെ പലതിലും പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതും ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി പറഞ്ഞു തരാം. ഇവിടെ കൃത്യമായി ഇവിടെ പറയുന്നു, MA ഇംഗ്ലീഷിന്റെ MEGയുടെ 31 മാർച്ച് ഫോർ ജൂലൈ സെഷൻ, 30th സെപ്റ്റംബർ ജാനുവരി സെഷൻ. അങ്ങനെ പറയുന്നത് ഇഗ്നോ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഇപ്പോൾ കൊറോണ കാലം പോലെ അല്ലല്ലോ, മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 15 വരെ സമയം കിട്ടും. അതിനുശേഷവും 15 ദിവസം കിട്ടാം. ദിസ് ഈസ് എ സ്പെക്കുലേഷൻ ഇൻഫർമേഷൻ. ഒരു ഓട്ട് ടു ബി ആണ് പറയുന്നത്. അത് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മുബാറക് മാഷ് കിട്ടി എന്ന് പറഞ്ഞു എന്ന് എൻ്റെ മേലെ കോടാലി എടുത്ത് വരരുത്, എന്നെ കോർത്തു കൊടുക്കരുത്. 31 ജൂലൈ എന്ന് 31 മാർച്ച് എന്ന് പറയുമ്പോൾ 31 മാർച്ച് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും 15th ഏപ്രിലിലേക്ക് നീങ്ങാം, പിന്നീട് 30th ഏപ്രിലിലേക്ക് നീങ്ങാം. അതുകൊണ്ട് ആരും പാനിക് ആകേണ്ടതില്ല. ജാനുവരി സെഷനിലെ അഡ്മിഷൻ എടുത്തവർ ഡിസംബറിൽ പരീക്ഷ എഴുതുമ്പോൾ 30th സെപ്റ്റംബർ എന്ന് ഇപ്പോൾ പറയുന്നു എങ്കിലും 9ാം മാസം കഴിഞ്ഞ് 10ാം മാസത്തിലേക്കും പോകാം. അതായത് ഒക്ടോബർ 15 വരെ വയ്ക്കാം, ചിലപ്പോൾ 15 ദിവസം പിന്നെയും നീട്ടിത്തരാം, അഥവാ ഒക്ടോബർ 30 വരെ ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉഴപ്പരുത്. നേരത്തെ ചെയ്തു വയ്ക്കുക. മുബാറക് മാസ്റ്റർ പറയുന്നത് എപ്പോഴും നേരത്തെ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ്. ഇതിനെ പറ്റിയുള്ള വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ താങ്കൾക്ക് നൽകുന്നു. ഈ സ്നേഹപുരസരം ഒരിക്കൽ കൂടി ഓർക്കുക, താങ്കൾക്ക് ഏപ്രിൽ 30 വരെ വയ്ക്കാനുള്ള സമയം കിട്ടും. ബേജാറാകരുത്. ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.